ദൈവത്തിൻ്റെ അതിവിശുദ്ധിയ നാമം വാഴ്ത്തുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിൽ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിലെ നിങ്ങളോട് പറയർക്കുന്ന വചനം എന്നവെങ്കിൽ സങ്കീർത്തനങ്ങൾ 23-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകയില്ല. ഈ വചനത്തെ കാര്യങ്ങളെ നാം നോക്കുമ്പോൾ ഈ വചന ഭാഗം എഴുതിയത് ദാവീദ്. ഒരു ആട്ടിടയനായിട്ട് ഇരുന്ന ഒരു മനുഷ്യൻ പെരിയ രാജാവായിട്ട് വളരെ രാജാവായിട്ട് പിൻകാലത്തിൽ മാറി. ദൈവം അവരെ ഉയർത്തി. അപ്പോൾ അവർ എഴുതുന്ന ഈ വചനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകയില്ല. ഈ വചനത്തെ എഴുതിയ കാരണം അവരുടെ ജീവിതത്തിൽ അനേക ഉപദ്രവങ്ങൾ, ശോധനകൾ, അനേക ദുഃഖത്തിൻ്റെ അവസ്ഥകൾ. ദാവീദ് അവരുടെ ജീവിതത്തെ നാം ബൈബിളിൽ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ശോധനകൾ. ആ ശോധനയിലും കർത്താവെ അവരെ ഉപേക്ഷിക്കാതെ വിടാതെ വഴി നടത്തി. അപ്പോൾ എഴുതുന്ന ഈ വചനം, ഈ സങ്കീർത്തനത്തിൽ അവർ അനുഭവമായിട്ട് എഴുതുന്നത്, എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകയില്ല. ഈ ദിവസത്തിലും ഈ വചനം നമുക്കും ഇത് സമമായിട്ട് മാറാം. കാരണം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയനായിട്ട് ഇരിക്കുമ്പോൾ നാം ഒരു കാര്യത്തെയും കുറിച്ച് വിഷമിക്ക വേണ്ട. അനേക ദിവസങ്ങൾ വേദനയിലും ഉപദ്രവത്തിലും നിങ്ങളുടെ മനസ്സ് സോർന്നു പോയി, ஐயோ எனக்கு வேறு ஒரு வாதில் இல்லாதே போயோ என நீங்கள் கலங்கி திரியாம். தெய்வம் ഈ വചനത്തോട് പറയുற ഒരു കാര്യം, ദൈവം നമ്മളെ ഉണ്ടാക്കിയ, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ജനിച്ച കർത്താവ് നമ്മളെ നോക്കി പറയരുത്, ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു, നിങ്ങൾ ഒരു കാര്യത്തെയും കുറിച്ച് വിഷമിക്ക വേണ്ട, മുട്ട് ഉണ്ടാക്കി കൊള്ള വേണ്ട. നാം അനേക സമയം നമ്മളുടെ മനസ്സെ മുട്ടുകളെ ഉണ്ടാക്കി, അയ്യോ എനിക്ക് ഇത് സംഭവിക്കാമോ അത് സംഭവിക്കാമോ, എന്നെ എല്ലാവരെയും ഉപേക്ഷിച്ചു, എന്നെ എല്ലാവരും കൈവിട്ടു, ഞാൻ എങ്ങനെ പോയി സഹായങ്ങളെ കേൾക്കാം, എന്ത് മനുഷ്യരോട് പോയി നിൽക്കാം. നിങ്ങൾ ഒരു വിഷമിക്ക വേണ്ട. ദൈവത്തിൻ്റെ സഹായം മാത്രം ഇരുന്നാൽ മതി. ദൈവം ഈ വചനത്തിൻ മുഖാന്തരമായിട്ട് പറയുന്ന ഒരു കാര്യം, ദൈവം നിങ്ങളുടെ ഇടയനാകുന്നു, നിങ്ങൾക്ക് മുട്ട് ഉണ്ടാകയില്ല. നിങ്ങൾക്ക് വിഷമങ്ങൾ വേണ്ട. അല്ല, നമുക്ക് നഷ്ടം ഉണ്ടാകാതെ ഇരിക്കും. നമ്മുടെ ദൈവം വളരെ ശക്തിയുള്ള ഒരു ദൈവം, കർത്താവാകിയ ദൈവം യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, അവർ എൻ്റെ ദൈവം, അവർ എൻ്റെ രക്ഷണയുള്ള, എൻ്റെ രക്ഷണത്തെ നൽകുന്ന ദൈവമെന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് പല കാര്യങ്ങളെ ചെയ്യാം. അതിലെ പല മാറ്റങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതം മാറാം. നമ്മുടെ പഴയതായിട്ടുള്ള പാപ സ്വഭാവങ്ങൾ മാറാം. നമ്മുടെ പഴയതായിട്ടുള്ള തെറ്റുള്ള കാര്യങ്ങൾ നമ്മളെ വിട്ട് നീങ്ങാം. പിറகு നമുക്ക് പുതിയ ഒരു ജീവിതത്തെ ദൈവം നൽകാം. ആ പുതിയ ജീവിതം ദൈവത്തോടുള്ള ഒരു ബന്ധം. ആ പുതിയ ജീവിതത്തിൽ ഉൾനുഴഞ്ഞ പിറகு നിങ്ങൾക്ക് ഒരു നഷ്ടതയും ഉണ്ടാകാതെ ഇരിക്കും. ഈ വചനത്തെ കേൾക്കുന്ന ഒവ്വൊരു പ്രിയ മക്കളും ദൈവത്തോടെ ഒരു സമർപ്പണത്തോട് പ്രാർത്ഥന ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കാം. ആ തീരുമാനം നല്ലൊരു തീരുമാനമായിട്ട് എടുത്തിട്ട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥന ചെയ്തിട്ട് ബന്ധിപ്പിക്കപ്പെടാം. ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഒവ്വൊരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.